ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവല്ലയിലുള്ള നമ്മുടെ ഒരു കുടുംബ സുഹൃത്ത് അമ്മച്ചിയുടെ അടുത്താണ്. അമ്മച്ചിയുടെ പേര് കുഞ്ഞുമോളമ്മച്ചി എന്നാണ്. അമ്മച്ചിക്ക് 85 വയസ്സുണ്ട്. സാധാരണ ഇപ്പോഴെ എല്ലാ വീട്ടിലെ കുഞ്ഞുങ്ങളായാലും വലിയ ആളുകളായാലും ട്രെൻഡിങ് ആയിട്ടുള്ള ചെടികളെല്ലാം വാങ്ങിക്കുകയും ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സ്, അങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ ആ പഴയ തലമുറയിലുള്ള ഈ അമ്മച്ചി ഇപ്പോഴും തൻ്റെ വീട്ടിൽ കുറച്ചധികം ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാം. മെയിനായിട്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും ഓരോ സസ്യത്തെ പറ്റി അറിയത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്രായമായവരിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അറിവുകൾ ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഓണസമയമൊക്കെ എല്ലാം പണ്ട് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന തുമ്പച്ചെടി പലർക്കും അറിയത്തില്ല. എന്നാൽ അമ്മച്ചിയുടെ ശേഖരത്തിൽ അത് തൊട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം അത് കാണാം. ഇത് തുമ്പയാ, ഇതിൻ്റെ പൂ വെളുത്തതാ. പിന്നെ ഇത് അരച്ച് ജീരകവും കൂടെ അരച്ച് പാലും ഒക്കെ ഒഴിച്ച് കഞ്ഞി വെച്ച് കൊടുത്താൽ നല്ലതാ വായുവിന്. അടുത്തത് തുളസി, കൃഷ്ണ തുളസിയാണ്. അത് ഏതിനും കൊള്ളാം, പനിക്കും കൊള്ളാം, ചുമയ്ക്കും ഒക്കെ ആയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ നല്ലതാ, കുളിക്കാനും നല്ലതാ പനിയൊക്കെ വരുമ്പോഴത്തേന്. ഇത് കറ്റാർവാഴപ്പോളയാ. ഇതുകൊണ്ട് ഇതടിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇത് പല രോഗത്തിനും നല്ലതാ. ഞങ്ങൾ ഇതുകൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കും. ഇതുകൊണ്ട് അലുവ ഉണ്ടാക്കി തിന്നും. ഇത് എരിക്ക്. ഇത് ശരീരത്തിൻ്റെ വേദനയ്ക്ക്, നടുവേദനയ്ക്കൊക്കെ കുളിക്കാനും ഒക്കെ കൊള്ളാം. ഓരോ മരുന്നിന് ചേർക്കാനും കൊള്ളാം. ഇത് ഉപ്പൂറ്റി വേദനയ്ക്ക് നല്ലതാണ്. പച്ചമഞ്ഞളും ഇതും കൂടെ അരച്ച് കാലിൻ്റെ ആ വേദനയുള്ള ഭാഗത്ത് തൂക്കാമെങ്കിൽ നല്ലതാണ്. ഇത് പനിക്കുറുക്കയാണ്. ഇത് പനിക്കുമൊക്കെ നല്ലതാണ്. ഇത് എണ്ണ കാച്ചാനും കൊള്ളാം, എല്ലാത്തിനും കൊള്ളാം. ഇത് പനിക്കും കൊള്ളാം, ചുമയ്ക്കും കൊള്ളാം, ദേഹത്തെ വേദനയ്ക്കൊക്കെ വെള്ളം അടിച്ച് കുടിക്കാനും ഒക്കെ നല്ലതാണ്. അത് ഉഴിഞ്ഞയാണ്. അത് ഉഴിഞ്ഞ എണ്ണ കാച്ചാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ മരുന്ന് കഞ്ഞിക്കും കൊള്ളാം, നല്ലതാണ് മരുന്ന് കഞ്ഞിക്ക്. ഇത് ചീരച്ചേമ്പ്. ഇത് തോരൻ വെക്കാൻ ബെസ്റ്റാണ്. പിന്നെ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഇലയും തണ്ടും കൂടെ അരിയണം, അരിഞ്ഞ് തോരൻ വെച്ച് കൂട്ടാൻ നല്ലതാണ്. ഇത് മഞ്ഞളാണ്. ഇത് മഞ്ഞൾ എല്ലാത്തിനും കൊള്ളാം, അരച്ചു കൂട്ടാനും ചേർക്കാനും മുഖത്തെ കുരുവിനും ഒക്കെ അരച്ച് തേക്കാനും നല്ലതാണ്. ഒരാൾ നിപ്പുണ്ട്. ഇത് ഉമ്മം. ഈ ഉമ്മത്തിൻ്റേത് എണ്ണ കാച്ചുന്ന, ഈ കുഴമ്പ് കാച്ചുന്നതിന് ഇട്ടിടിച്ച് പിഴിഞ്ഞെടുക്കാം. പിന്നെ അങ്ങനെ പല കൂട്ടം കാര്യത്തിനും. അതാണ്ട് അത് അരുന്ന ചെയ്യാം. വെട്ടിയതാ. ഇവിടെ ഒരു കരിനേച്ചിയുടെ മൂടുണ്ടായിരുന്നു, അതൊന്ന് വെട്ടിവിട്ടതാ. അതിന്റെ ഒരു കമ്പ് തൊണ്ട് അവിടെ വെട്ടിക്കൊണ്ട് പോയാൽ നടാ. ഇത് ഇഞ്ചി. ഇത് കല്ലുരുക്കുക. ഇത് മൂത്രമൊഴിൻ്റെ സോക്കറ്റിനൊക്കെ നല്ലതാ. കല്ല് ഉരുകി പോകുന്നാ പറയുന്നത്. അത് നല്ലതാ. അത് ഇഷ്ടംപോലെ ഓരോരുത്തർ കൊണ്ടുവന്നുണ്ട്. ഇവിടെ വന്ന് പറിച്ചോണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാ കുടങ്ങൽ. ഇത് എല്ലാ രോഗത്തിനും കൊള്ളാം, അരച്ച് കുടിക്കാൻ കൊള്ളാം. ഇത് പിള്ളേർക്ക് അപ്പം ചുട്ട് കൊടുക്കാൻ നല്ലതാ, വയറ് ചാടുന്ന പിള്ളേർക്ക്. ഇത് കുത്തരിയും ഇതും ജീരകവും കൂടെ അരച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ അത് കിഴുകാർന്നെല്ലി. ഇത് കിഴുകാർന്നെല്ലി. നമ്മൾ നോക്കുമ്പോ ഇത് മൊത്തം കാടായിട്ട് തോന്നും, പക്ഷെ ഇവിടെ മൊത്തം അമ്മച്ചി ആവശ്യമുള്ള ഓരോന്ന് പിടിപ്പിച്ചു വെക്കും. അമ്മച്ചി ഇത് മോക്ക് മനസ്സിലായോ? ഇത് ചതുരമില്ല. ഇത് കാലയില നീര് വരുമ്പം ഉളുക്കിയച്ചൊക്കെ വരത്തില്ല, അന്നേരം അരച്ച് തേക്കാൻ കൊള്ളാം. അതൊന്ന്. ഇത് നരമ്പോടല്. ഇതാ കഞ്ഞി വെച്ച് കുടിക്കുന്ന, നടുവ് വെട്ടുപോയി ദേഹത്ത് വേദനയൊക്കെ വരുമ്പോൾ ഇത് അരച്ച് ജീരകവും കൂടെ അരച്ച് കഞ്ഞി വെച്ച് കുടിക്കാം. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതെല്ലാം അമ്മച്ചിയുടെ താറാമക്കളാണ്. അതുകൊണ്ട് അവർ കയറി പോകുന്നുണ്ടോ വരിയായിട്ട്. അവര് കുറെ അധികം അങ്ങ് കേറി തന്നെ കയറിക്കോളും. ഇപ്പൊ അതുപോലെ ഇറങ്ങി വരുമല്ലയോ. ഇളക്കി വാങ്ങിച്ചു. ഇല്ല, അവിടെ അതിനകത്തിട്ട് പൂട്ടുവായി. ഇപ്പം വൈകിട്ട് അങ്ങ് പൂട്ടും. ഈ നിൽക്കുന്ന പാണല. ഈ പാണലും കൊണ്ട് പല ഉപയോഗമുണ്ട്. ഇത് കണ്ണ് കിട്ടുന്നതിന് നല്ലതാ, വെള്ളം വന്നിട്ട് കുളിക്കാൻ നല്ലതാ. പണ്ട് കാലത്ത് ആളുകൾ പറയും കിഴക്കുവശത്ത് ഇതിന്റെ ഒരു തൈ ഉണ്ടെങ്കിൽ ഐശ്വര്യമാണെന്നല്ലേ. ഇത് കയ്യോന്നിയാ. ഇത് എണ്ണ കാച്ചാനും ഇത് കഴിഞ്ഞേ ഉള്ളൂ. നല്ല സൂപ്പർ മരുന്നാ. മുടി വളരുന്നതിന്, മുടി വളരുന്നതിനും നല്ല കറുപ്പ് കിട്ടുന്നതിന്. ഇത് പൂവക്കടന്തല. ഇത് എണ്ണ കാച്ചാൻ ബെസ്റ്റാ. ഞാനിതൊക്കെ ഇട്ടാ കാച്ചി തേക്കുന്നത്. ഇത് ചെറുകൂളയാ. ചെറുളാന്ന് നമ്മുടെ അവിടെ ഒക്കെ പറയും.
ഇവിടെ ഇഷ്ടംപോലെ പച്ചമരുന്ന് പറിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യത്തിനൊക്കെ ഉള്ളതുണ്ട്. കണ്ടോ, ഇപ്പം അമ്മച്ചി അതൊന്നും കളയാതെ സംരക്ഷിച്ചു കൊണ്ടുവരുവാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അറിയാത്തവരെ ഈ ചെടികളൊക്കെ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുമ്പോഴും അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ചെടിച്ചട്ടിലാണേലും നമുക്ക് വളർത്താനായിട്ട് പറ്റും. എന്നിട്ട് ഓരോരോ ഉപയോഗങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത തന്ന അമ്മച്ചിക്ക് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കാണാം. താങ്ക് യു.